Hi all, in the polynomials in the chapter questions to discuss here. If alpha and beta are the zeros of p of x, 4x squared plus 3x plus 7, find 1 by alpha plus 1 by beta. If alpha and beta are the zeros of p of x, 4x squared plus 3x plus 7, find 1 by alpha plus 1 by beta. Given polynomial എന്താണ് 4x square plus 3x plus 7 ആണ്. ഈ ഗിവൺ പോളിനോമിയൽ നമുക്ക് ആൽഫ ബീറ്റയും ആൽഫ പ്ലസ് ബീറ്റയും കണ്ടുപിടിക്കാമല്ലോ. ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ബൈ എ. എയും ബിയും സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? 4 ആണ്. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 3 ആയിരിക്കും. സി എന്ന് പറയുന്നത് പോളിനോമിയലിലെ കോൺസ്റ്റൻറ്റ്, അതായത് ഇവിടെ 7 വരും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 3/7. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ. അപ്പോൾ 7/4. ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് മൈനസ് 3/7 ആൽഫ ബീറ്റ എന്നുള്ളത് 7/4 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ ആണ്. 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ. 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു ആൽഫ ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു ബീറ്റ. അപ്പം ആൽഫ ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എന്താണ് കിട്ടിയത്? മൈനസ് 3/7 കിട്ടി. ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്താണ്? 7/4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് 3/7 ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ വരുമ്പോൾ എന്താണ്? ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ഡിനോമിനേറ്റർ 7/4 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ 4/7 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 3 ഇൻറ്റു 4 മൈനസ് 12 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 7 49. അപ്പോൾ 1 ബൈ ആൽഫ പ്ലസ് 1 ബൈ ബീറ്റ എന്നുള്ളത് മൈനസ് 12/49 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് പി ഓഫ് എക്സ്, kx square plus 4x plus 4 such that alpha square plus beta square equal to 24, find the value of k. ഇവിടുത്തെ ഗിവൺ പോളിനോമിയൽ എന്താണ്? kx square plus 4x plus 4. അപ്പോൾ p of x ഈക്വൽ kx square plus 4x plus 4. ഗിവൺ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ 24. ഒരു പോളിനോമിയൽ തന്നാൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും കണ്ടുപിടിക്കാമല്ലോ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ബി ബൈ എ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ. ഈ ക്വസ്റ്റ്യനിൽ എയും ബിയും സിയും എന്താണ്? എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? കെ ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4 ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. എയുടെ വാല്യൂ കെ എന്നും ബിയുടെ വാല്യൂ 4 എന്നും സിയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. അപ്പം മൈനസ് 4/a എന്ന് പറയുന്നത് കെ ആണ്. ദെൻ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സി ബൈ എ എന്നാണ്. സി ഇവിടെ 4 ആണ്. ബൈ എ എന്ന് പറയുന്നത് കെ ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് മൈനസ് 4/k എന്നും ആൽഫ ബീറ്റ എന്നുള്ളത് 4/k എന്നും കിട്ടി. ഇനി ഇവിടുത്തെ ഗിവൺ എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഈക്വൽ 24 എന്നാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് വരുന്നത് ഏത് ഐഡൻറ്റിറ്റിയിലാണ്? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയിലാണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ എന്നാണല്ലോ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ്. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എന്താണ് കിട്ടിയത്?
മൈനസ് 4/k എന്നാണ്. ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് എന്താണ്? മൈനസ് 4/k ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്നുള്ളത് മൈനസ് 4/k ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഗിവൺ ആണ്. എത്രയാണ്? 24 പ്ലസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്നാണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 4/k ആണ്. നമുക്ക് കെയുടെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കെയുടെ വാല്യൂസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം. നമുക്ക് അതിനെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ട് മൈനസ് 4/k ഹോൾ സ്ക്വയർ എന്നുള്ളത് എന്താണ്? 16/k സ്ക്വയർ എന്ന് വരും. 16/k സ്ക്വയർ ഈക്വൽ 24 പ്ലസ് 2 ഇൻറ്റു 4 8. അപ്പോൾ 8/k എന്ന് വരും. 16/k സ്ക്വയർ ഈക്വൽ 24 പ്ലസ് 8/k എന്ന് വരും. k ഉള്ള ടേംസ് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? 16/k സ്ക്വയർ മൈനസ് 8/k ഈക്വൽ 24 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 16k മൈനസ് 8k സ്ക്വയർ ഡിവൈഡഡ് ബൈ k ക്യൂബ് എന്ന് വരും ഈക്വൽ ടു 24. 16k മൈനസ് 8k സ്ക്വയർ ബൈ k ക്യൂബ് ഈക്വൽ 24 എന്ന് കിട്ടി. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? രണ്ട് ടേംസിലും k കോമൺ ആണ്, 8ഉം കോമൺ ആണ്. അപ്പം നമുക്ക് 8k എന്നുള്ളത് കോമൺ എടുക്കാം. 8k കോമൺ എടുക്കുമ്പോൾ വെച്ച് എന്ത് വരും? 16kന്ന് 8k കോമൺ എടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് വരും. മൈനസ് 8k സ്ക്വയറിന്ന് 8k കോമൺ എടുക്കുമ്പോൾ വെച്ചും k എന്ന് വരും. അപ്പം 8k ഇൻറ്റു 2 മൈനസ് k ഡിവൈഡഡ് ബൈ k ക്യൂബ് ഈക്വൽ 24 എന്ന് കിട്ടി. ഇതിൽ നിന്ന് kയും k ക്യൂബും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? k സ്ക്വയറിന് വരും. 8 ഇൻറ്റു 2 മൈനസ് k ബൈ k സ്ക്വയർ ഈക്വൽ 24 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്താണ്? 8 ഇൻറ്റു 2 മൈനസ് k ഈക്വൽ 24k സ്ക്വയറിനാകും. സ്ക്വയർ എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 24k സ്ക്വയറിനാകും. ഇനി 8 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താകും? മൈനസ് k ഈക്വൽ 24k സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. 2 മൈനസ് k ഈക്വൽ 24/8 3k സ്ക്വയർ എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? 3k സ്ക്വയർ പ്ലസ് k മൈനസ് 2 ഈക്വൽ 0 എന്ന് വരും. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ എന്താണ്? ഇവിടുത്തെ സം എന്ന് പറയുന്നത് 1 ആണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 ആണ്. സം എന്ന് പറയുന്നത് kയുടെ കോഎഫിഷ്യൻ്റ്, അതായത് ഇവിടെ 1 ആയിരിക്കും. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് k സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ്. k സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്, കോൺസ്റ്റൻറ്റ് മൈനസ് 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6 ആയിരിക്കും. സമ്മ് 1ഉം പ്രൊഡക്റ്റ് മൈനസ് 6ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം മൈനസ് 2 ആണല്ലോ. k സ്ക്വയർ. അപ്പോൾ നമുക്ക് മിഡിൽ ടൈം ആയി kനെ എങ്ങനെ എഴുതാം? 3k മൈനസ് 2k എന്ന് എഴുതാം. മൈനസ് 2 ഈക്വൽ 0. ഈ രണ്ട് ടേമിലും നമുക്ക് 3k കോമൺ എടുക്കാം. 3k സ്ക്വയർ എന്നുള്ള ടേമിൽ നിന്ന് 3k കോമൺ എടുത്താൽ മിച്ചം k പ്ലസ് 3k എന്ന് 3k കോമൺ എടുത്താൽ മിച്ചം 1 മൈനസ് 2k മൈനസ് 2ൽ നിന്ന് നമുക്ക് മൈനസ് 2 കോമൺ എടുക്കാമല്ലോ. മൈനസ് 2 ഇൻറ്റു മിച്ചം എന്തുണ്ട്? മൈനസ് 2kന്ന് മൈനസ് 2 കോമൺ എടുത്താൽ മിച്ചം k ഉണ്ട്. പ്ലസ് മൈനസ് 2ന്ന് മൈനസ് 2 കോമൺ എടുത്താൽ 1 ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിലും k പ്ലസ് 1 കോമൺ ആണ്. അപ്പോൾ k പ്ലസ് 1 ഇൻറ്റു 3k മൈനസ് 2 എന്ന് വരും. അപ്പോൾ kയുടെ വാല്യൂ എന്ന് പറയുന്നത് k പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്താൽ k ഈക്വൽ ടു മൈനസ് 1 എന്ന് വരും. 3k മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്താൽ 3k ഈക്വൽ ടു 2 എന്ന് വരും. അപ്പോൾ k ഈക്വൽ ടു 2/3 എന്ന് വരും. kയുടെ വാല്യൂ മൈനസ് 1 എന്നും kയുടെ വാല്യൂ 2/3 എന്ന് കിട്ടി. അപ്പോൾ p of x എന്നുള്ള പോളിനോമിയൽ സോൾവ് ചെയ്താൽ നമുക്ക് kയുടെ വാല്യൂ എന്ന് പറയുന്നത് 2/3 എന്നായിരിക്കും. In the figure, the graph of polynomial p of x is shown. Find the number of zeros of the polynomial p of x. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് അതിൻ്റെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എക്സിൻ്റെ വാല്യൂസ് ആണ്. ഒരു ഗ്രാഫിൽ നിന്ന് പി ഓഫ് എക്സിൻ്റെ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് എത്ര എണ്ണം ഉണ്ട്? 1 2 3. ഇപ്പോൾ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 3 പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത്
3 ആയിരിക്കും. ഈ പോളിനോമിയലിൻ്റെ നമ്പർ ഓഫ് സീറോസ് എന്തായിരിക്കും? ഇവിടെ എക്സ് ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് -1ഉം 1ഉം ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഫ്രം ദ ഫിഗർ ഫൈൻഡ് ദ സീറോസ് ഓഫ് പോളിനോമിയൽ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണോ അതായിരിക്കും അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിലാണെങ്കിൽ അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത് -1ഉം 1ഉം ആയിരിക്കും. ഫിഗർ ഗ്രാഫ് ഓഫ് പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഷോൺ. ഫൈൻഡ് സീറോസ് ഓഫ് പോളിനോമിയൽ. സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് സീറോസ് ഓഫ് പോളിനോമിയൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത പോയിന്റ്സ് ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത പോയിന്റ്സ് ഏതൊക്കെയാണ്? -1, 1 and 2 ആണ്. അപ്പോൾ സീറോസ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ -1ഉം 1ഉം 2 ആയിരിക്കും.